പിന്നെ പുതിയ സിനിമ റിലീസായി. ഞാനത് കാണാൻ പോയിരുന്നു. വന്നപ്പോൾ ലേറ്റായി. മദ്രസ പഠനം ഒഴിവാക്കിയിട്ടാണോ നിന്റെ സിനിമയ്ക്ക് പോക്ക്? അതൊക്കെ തെറ്റാണ്. അല്ല, നിന്റെ കയ്യിലെന്താ സഞ്ചി? അത് കുറച്ച് ഓറഞ്ചാ. ഒന്ന് ഞാൻ ആരും കാണാതെ കട്ടെടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മോഷ്ടിച്ചോ നീ? എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. ആ കടക്കാരൻ വിനോദ് മാമൻ 40 രൂപയ്ക്ക് 4 ഓറഞ്ചാ തന്നത്. ഒന്ന് ഞാൻ ആരും കാണാതെ കട്ടെടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആരാ മോൻ? യാ റബ്ബേ, മോഷണം ഇസ്ലാമിൽ വലിയ കുറ്റമാണ്. മോഷ്ടിച്ചത് എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈ വെട്ടിക്കളയണമെന്നാണ് നബിതങ്ങൾ പോലും പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും നീ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ പഠിക്കാനാണ് മദ്രസയിൽ വരണമെന്ന് പറയുന്നത്. ഞാൻ മദ്രസയിൽ പഠിക്കാറുണ്ട്, പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല. മദ്രസയിൽ പഠിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മുടങ്ങാതെ മദ്രസയിൽ വരണം. അതെന്താ ഹാദി അങ്ങനൊരു ടോക്ക്? ഞാൻ ആഴ്ചയിൽ 2 ദിവസം വരാറുണ്ട്. അല്ലെങ്കിലും ആ ഉസ്താദിനെ കാണുമ്പോഴേ എനിക്ക് ഭ്രാന്ത് പിടിക്കും. സുബ്ഹാനല്ലാഹ്, ഉസ്താദുമാരെ മോശമായി ഒന്നും പറയാൻ പാടില്ല. നമുക്ക് അറിവ് പറഞ്ഞു തരുന്നവരാണവർ. നിനക്കറിയോ, ഉസ്താദ് എന്നെ അടിച്ചു പാടിപ്പോഴുമുണ്ട്. അതിനുള്ള ദേഷ്യമാണ് എനിക്ക് ഉസ്താദിനോട്. എടാ സിനാനി, നമ്മൾ പഠിച്ചതല്ലേ ഉസ്താദിന്റെ അടിക്കുന്ന സ്ഥലം സ്വർഗത്തിലാണെന്ന്? ഓ പിന്നെ, എന്നാൽ ശരീരം മൊത്തം അടി വാങ്ങിച്ച് സ്വർഗത്തിൽ പോയാൽ പോരെ? ഇബാദത്തൊന്നും ചെയ്യണ്ടല്ലോ. ഉസ്താദുമാരെ സ്നേഹിക്കലും ആദരിക്കലും നമ്മുടെ കടമയാണ്. നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിനക്കെന്നെ അറിയില്ല. ഐസക് ന്യൂട്ടന്റെ കൂട്ടരിൽപ്പെട്ടതാണ് ഞാൻ. നീ ഒരു ചോദ്യം ചോദിക്കട്ടെ, ടപ്പേന്ന് ഉത്തരം പറയും ഞാൻ. എന്നാൽ നോക്കട്ടെ, ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ ബുദ്ധിയുണ്ടോന്ന്? ഇസ്ലാമിന്റെ 5 തൂണ് ഏതൊക്കെയാണ്? അത് പിന്നെ സിമ്പിൾ അല്ലേ. 1 മക്ക, 2 മദീന, ബാക്കി മറന്നുപോയി. നിന്റെ ഒരു കാര്യം. അപ്പോൾ ഇസ്ലാമിന്റെ 5 തൂണ് എവിടെയാ ഫിറ്റ് ചെയ്തേക്കുന്നേ? എടാ മണ്ട, 1ാം ക്ലാസ്സിൽ റഫീഖ് ഉസ്താദ് പഠിപ്പിച്ച പാട്ട് ഓർമ്മയില്ലേ? ഇസ്ലാം കാര്യം 5 അവകൾ അറിയാൻ ഫർളാണ്. നീ ഇത് ഏത് നൂറ്റാണ്ടിലാ ജയിക്കുന്നേ? ഇത് 2025 ഇപ്പോഴത്തെ പാട്ട് ഇതൊന്നുമല്ല. മോണിക്ക, ലവ് യു മോണിക്ക, ബേബിമാ മോണിക്ക, കിച്ചു കിച്ചു മാസിക്ക് കിച്ചുമാ. നിർത്തടാ അവന്റെ ഒരു പാട്ട്. നീ വേറെ ചോദ്യം ചോദിച്ച് ഞാൻ പറയാം. കുളിക്ക് എത്ര ഷർട്ടുകളുണ്ട്? കുളിക്ക് ഷർട്ടല്ല, നിക്കറ്. ഞാൻ കുളിക്കുമ്പോൾ തോർത്താണ് എടുക്കാറ്. നിന്റെ ഒരു ഷർട്ടും നിക്കറും. കുളിക്ക് എത്ര ഷർട്ടുകളുണ്ടെന്നാണ് ചോദിച്ചത്. അതാ കുടുങ്ങിയല്ലോ. ഷർട്ട് 4 കാണും. കുളിക്ക് 4 ഷർട്ടോ? അല്ലാതെ പിന്നെ. നീല ബക്കറ്റ്, പച്ച കപ്പ്, മഞ്ഞ ചകിരി, ഡബിന്റെ സോപ്പ്. ഇതാണ് എനിക്കറിയാവുന്ന നാലെണ്ണം. നിന്റെ ഒരു കാര്യം. മുഴുവന്റെ ഷർട്ടുകൾ പോലെ തന്നെ കുളിക്കും 5 ഷർട്ടുകളുണ്ട്. അതുപോലെ ഈ ലോകത്ത് വിജയം നേടാൻ നാം പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പഠിക്കാനാണ് മദ്രസയിൽ മുടങ്ങാതെ വരണമെന്ന് പറയുന്നത്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇനി മുതൽ ഞാൻ ഉസ്താദിനോട് ദേഷ്യം കാണിക്കില്ല. മുടങ്ങാതെ മദ്രസയിൽ വരാം. നാളെ മദ്രസയിൽ വെച്ച് കാണാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.